എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ച് നിർത്തിയത് സാമുവേൽ പ്രവാചകന്റെ പുസ്തകം അല്ലേ, ഒന്നാം പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ സംസാരിച്ച് നിർത്തിയത് അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ സംസാരിച്ചത് ആരെക്കുറിച്ചായിരുന്നു? ഹന്നയെക്കുറിച്ചല്ലേ. ഹന്ന ദൈവത്തിൻ്റെ ആലയത്തിൽ പോയി ദൈവത്തിൻ്റെ അടുത്ത് നിലവിളിച്ചു. എന്തിനാണ് നിലവിളിച്ചത്? ഒരു കുഞ്ഞിന് വേണ്ടി നിലവിളിച്ചു. ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തു അല്ലേ, സാമുവേൽ ബാലനെ യഹോവ കൊടുത്തു. എന്നിട്ട് ഈ സാമുവേൽ ബാലനെ ലഭിക്കുന്നതിന് മുൻപേ ഹന്ന എന്താ ചെയ്തത്? ദൈവസന്നിധിയിൽ ഒരു നേർച്ച നേർന്നിരുന്നു. ഈ കുഞ്ഞാർക്കുള്ളതാ, ഇത് യഹോവയാം ദൈവത്തിനുള്ളതാണെന്ന് നേർന്നിരുന്നു അല്ലേ. എന്നിട്ട് അതിനുശേഷം നമ്മൾക്കറിയാം, ആ കുഞ്ഞിൻ്റെ പാലുകുടിയൊക്കെ നിന്നതിന് ശേഷം കുഞ്ഞിനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ഏലി പുരോഹിതൻ്റെ പക്കൽ ഏൽപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വേല ചെയ്യാൻ ദൈവത്തിൻ്റെ ആലയത്തിൽ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഹന്ന എല്ലാ വർഷവും ഒരു കുഞ്ഞ് അങ്കിയൊക്കെ അവന് തുന്നിക്കൊണ്ട് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, എന്തായാലും അവിടെ ഏലി പുരോഹിതൻ്റെ അവിടെ കീഴിൽ ഈ സാമുവേൽ ബാലൻ അവിടെ ഇങ്ങനെ ദൈവത്തിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്തു വരികയായിരുന്നു. അപ്പോൾ അവിടെ ശരിക്കും ശുശ്രൂഷ ചെയ്യുന്നത് ആരായിരുന്നു? ഏലി പുരോഹിതനും ഏലി പുരോഹിതൻ്റെ 2 മക്കളുമായിരുന്നു. അപ്പോൾ ഈ 2 മക്കളെന്ന് പറയുന്നത്, ഏലി പുരോഹിതൻ്റെ 2 മക്കളെന്ന് പറയുന്നത്, അവർ ദൈവത്തിൻ്റെ ഒരു വഴികളിലും നടക്കുന്നവരല്ല. ദൈവത്തിൻ്റെ ആലയത്തിൽ ചെയ്യരുതാത്ത പലതും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ദൈവത്തിൻ്റെ കോപം അവിടെ വരുത്തി വെച്ചുകൊണ്ടിരിക്കുന്ന 2 ടീമുകളായിരുന്നു അത്. ഓക്കെ, അപ്പോൾ ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത്, അന്ന് ദൈവത്തിൻ്റെ അരുളപ്പാടുകളോ ദൈവത്തിൻ്റെ വചനങ്ങളോ ഒക്കെ ദുർലഭമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണ്? അതിന് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഏലി പുരോഹിതനെ എന്ത് ചെയ്തില്ല? തൻ്റെ മക്കളെ ഇത്രയും വൃത്തികേടുകളൊക്കെ ചെയ്യുന്നു എന്നറിഞ്ഞിട്ടും അവരെ ആ സ്ഥാനത്ത് തന്നെ തുടരുവാൻ അനുവദിച്ചു. രണ്ടാമത് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന ഏലി പുരോഹിതൻ്റെ മക്കൾ എന്താണ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ നേരായ വഴിയിലല്ല നടക്കുന്നത്. അതുകൊണ്ട് എന്താണ്? ദൈവത്തിൻ്റെ അരുളപ്പാടുകളും ഒന്നും അവിടെ ഇല്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുക കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം ഈ നമ്മുടെ സാമുവേൽ ബാലനോട് ദൈവം സംസാരിക്കുന്നുണ്ടല്ലേ. ദൈവം സാമുവേലിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ സാമുവേൽ ഏലിയ വിളിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഏലി പുരോഹിതൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഏലി പുരോഹിതൻ പറഞ്ഞു, അല്ല കുഞ്ഞ്, നിന്നെ യഹോവയാം ദൈവമാണ് വിളിക്കുന്നത്. അടിയൻ ഇതാ അരുളി ചെയ്താലും എന്ന് യഹോവയാം ദൈവത്തോട് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ സാമുവേൽ ബാലൻ യഹോവയാം ദൈവത്തോട് പറഞ്ഞു, അടിയൻ ഇതാ അടിയനോട് സംസാരിക്കണമേ, അരുളി ചെയ്താലും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആദ്യത്തെ അരുളപ്പാട് ഈ സാമുവേലിന് ദൈവം കൊടുത്തത് എന്താ? സാമുവേൽ ബാലൻ ആയിരുന്നു അല്ലേ. കൊടുത്തത് എന്തായിരുന്നു? ഏലി പുരോഹിതന്റെ മക്കൾക്ക് എതിരെയുള്ള ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ചായിരുന്നു ആരോട് സംസാരിച്ചത്? സാമുവേൽ ബാലന്റെ അടുത്ത് സംസാരിച്ചതല്ലേ. അപ്പോൾ അത് ഏലിയുടെ അടുത്ത് സാമുവേൽ ബാലൻ പറഞ്ഞു കൊടുക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ ഓർക്കുക, ദൈവത്തിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഈ സാമുവേൽ ബാലൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് ദൈവം ആദ്യം തന്നെ ഒരു ന്യായവിധിയെക്കുറിച്ച് സംസാരിക്കുവാനിടയായി തീർന്നത്? അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. സാമുവേൽ ബാലനെ എങ്ങോട്ടാണ് വിളിച്ചിരിക്കുന്നത്? ഇവർ വീണുപോയ ഇടത്തേക്ക്, അതായത് ഏലി പുരോഹിതൻ്റെ മക്കൾ വീണുപോയ ഇടത്തേക്കും ദൈവത്തിൻ്റെ പ്രവാചകനായിട്ടാണ് ആരെ വിളിച്ചിരിക്കുന്നത്? സാമുവേൽ ബാലനെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു മുന്നറിയിപ്പും കൂടിയായിരുന്നു സാമുവേലിന് അല്ലേ. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വീണു പോയാൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെയ്യരുതാത്തത് ചെയ്തു കഴിഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കും സംഭവിക്കുക എന്നുള്ളൊരു വാണിങ്ങും കൂടെ ആർക്ക് കൊടുത്തു? ആ കുഞ്ഞ് സാമുവേലിന് കൊടുത്തു. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഒരു വാണിങ്ങിലൂടെ തുടങ്ങിയതല്ലേ. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു പ്രവാചകൻ ആദ്യം തന്നെ വന്നിട്ട് നമ്മുടെ അടുത്ത് വല്ലതും എന്താ പറയുക, വാണിങ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആകെപ്പാടെ ബുദ്ധിമുട്ടാണല്ലേ. പിന്നെ ആ പുള്ളീനെ നമ്മൾ വിളിക്കത്തേയില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സാമുവേലിന് മനസ്സിലായി അല്ലേ. അതിനുശേഷം എന്താണ്? നമ്മൾക്കറിയാം, സാമുവേലിനോട് ദൈവം സംസാരിക്കുന്ന ഏലി പുരോഹിതൻ്റെ 2 മക്കളും മരിച്ചു പോകും. അവർക്ക് യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. അപ്പോൾ ഏലി പുരോഹിതനോട് ദൈവം തന്നെ പറയുന്നുണ്ടല്ലേ, നിന്റെ മക്കളെ നീ അമർച്ച ചെയ്യാത്തത് കൊണ്ട് നിന്റെ എന്താ പറയുക, നിന്റെ കുടുംബത്തെ ശപിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ യഹോവയാം ദൈവം ഏലി പുരോഹിതനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകുമെന്ന് അവിടെ പറഞ്ഞിരിക്കുക. അപ്പോൾ ശരിക്കും അങ്ങനെയായിരുന്നല്ലോ. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. അപ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിൽ ഏലി പുരോഹിതൻ്റെ മക്കൾ കാട്ടിക്കൂട്ടിയതൊക്കെ എന്താണ്? ദൈവത്തിന് അതൊരു നിന്ദയായിട്ടാണ് അവിടെ വന്നതല്ലേ. അതുകൊണ്ട് ആ കുടുംബത്തെ ഒരു നിന്ദയാക്കി ദൈവം മാറ്റുവാനായിട്ട് ഇടയായി എന്നും നമ്മൾക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾക്കറിയാം, സാമുവേൽ വളർന്നു, ദൈവത്തിൻ്റെ നല്ല പ്രവാചകനായിട്ട് തീർന്നു. സാമുവേലാണ് അവിടെ ന്യായം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവം സാമുവേലിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അല്ലേ. ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ സാമുവേലിന് പ്രായമായി കഴിഞ്ഞപ്പോൾ സാമുവേൽ ആരെ തിരഞ്ഞെടുത്തു? സാമുവേലിന് ശേഷം സാമുവേലിൻ്റെ 2 മക്കളെ തിരഞ്ഞെടുത്തു. എന്നാൽ മക്കൾ അപ്പനെ പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിയോടെ നിന്നില്ല. പകരം എന്താണ്? അവർ പൈസ മേടിച്ചിട്ട് ന്യായമൊക്കെ മറിച്ച് കളയുവാനായിട്ട് തുടങ്ങിയപ്പോൾ ജനത്തിന് അതെന്താണ്? ജനത്തിന് അതൊരു മുഷിപ്പായി. അപ്പോൾ അവർ സാമുവേലിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബാക്കി ജാതികളിൽ ഉള്ളതുപോലെ ഞങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ സാമുവേൽ അത് ദൈവത്തോട് പറയുകയും സാമുവേൽ
ശമൂവേലിനും അതെന്താണ് അനിഷ്ടമായി തോന്നി. ഇവർ ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവത്തിനും അത് അനിഷ്ടമായി തോന്നി. ദൈവം പറഞ്ഞത്, ഞാൻ അവർക്ക് പ്രവാചകന്മാരെ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രവാചകന്മാരെ കൊടുക്കുമ്പോൾ ഒരു പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് ഞങ്ങൾക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് ഒരു മനുഷ്യനെ ഞങ്ങൾക്ക് വേണം, രാജാവായിട്ട് വേണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഒരർത്ഥമേ ഉള്ളൂ, യഹോവയാം ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ട എന്ന് വെച്ചാൽ യഹോവയാം ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഞങ്ങൾക്ക് വേണ്ട എന്നും ഇവർ പറയുന്നതിന് തുല്യമായിട്ട്. അങ്ങനെ തന്നെ യഹോവയാം ദൈവം പറഞ്ഞത് അവർ എന്നെയാണ് നിരസിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അതിനുശേഷം എന്താണ്? അതിനുശേഷം ഇവർ ഞങ്ങൾക്ക് രാജാവിനെ വേണമെന്ന് പറയും. യഹോവയാം ദൈവം ശമൂവേലിന് ഒരു അരുളപ്പാട് കൊടുക്കുകയും അങ്ങനെ ശൗൽ എന്ന് പറയുന്ന ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട ശൗൽ എന്ന് പറയുന്ന ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ട ശൗൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ എന്താക്കി രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നതൊക്കെ നമ്മൾക്കറിയാം അല്ലേ. അപ്പൻ്റെ കാളകളെ അന്വേഷിച്ച് വരികയും അവിടുന്ന് തൈലക്കൊമ്പെടുത്ത് അവൻ്റെ മേൽ അഭിഷേകം വീഴുകയും ഒക്കെ ചെയ്തതൊക്കെ നമ്മൾക്കറിയാം. അതിനുശേഷം എന്താ സംഭവിച്ചത്? അതിനുശേഷം ശൗലിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരികയും ഒക്കെ ചെയ്തു. പക്ഷേ ഈ ശൗൽ എന്താ ചെയ്തത്? ശൗലിന് പിന്നെ എന്താണ് ആ ഒരു രാജാവായതിൻ്റെ ആ ഒരു അനുസരണക്കേടും ആ ഒരു അഹങ്കാരമൊക്കെ പുള്ളിയിലോട്ട് അങ്ങ് വന്നു അല്ലേ. അതിനുശേഷം നമ്മൾക്കറിയാം ഒത്തിരി യുദ്ധങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്താ സംഭവിച്ചത്? ഇവർ നമ്മുടെ ശൗൽ എന്ത് ചെയ്തത്? ശൗൽ ചെയ്ത ഒരു കാര്യമാണ്, ശമൂവേൽ വരുന്നതിന് മുൻപേ എന്താണ് യാഗം അർപ്പിച്ചു ദൈവത്തിന് അല്ലേ. ശമൂവേൽ വരാൻ ലേറ്റായപ്പോൾ ഈ ശൗൽ എന്ത് ചെയ്തു? സ്വയമായിട്ടങ്ങ് ദൈവത്തിന് അങ്ങ് യാഗം അർപ്പിച്ചു. എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് അത് എന്താ പറയുക, അത് ആരെ ഏൽപ്പിച്ചിരുന്നത്? അത് ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ ഏൽപ്പിച്ചിരുന്നത് അല്ലേ. ആ ഒരു ദൈവത്തിൻ്റെ പുരോഹിത ഗണം ചെയ്യേണ്ട ശുശ്രൂഷ ആര് ചെയ്തു? രാജാവ് അങ്ങ് എഴുന്നേറ്റ് അങ്ങ് ചെയ്തു. അപ്പോൾ അവിടെ ദൈവത്തിന് അനിഷ്ടം തോന്നി അല്ലേ. അവിടെ എന്താണ് ഇവൻ്റെ രാജസ്ഥാനത്ത് നിന്നും ഇവനെ നീക്കിക്കളയാനുള്ള പദ്ധതി ദൈവം എടുത്തു. എന്നാൽ അതിനുശേഷവും എന്താണ് ഇവനിലൂടെ ദൈവം യുദ്ധങ്ങൾക്ക് ജയം കൊടുക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ പകരം ഒരാളെ തെരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നു ദൈവം ഒരു ചാൻസും കൂടി അവന് കൊടുത്തതായിരിക്കും. ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഇവർ അമ്മോന്യരുമായിട്ട് യുദ്ധത്തിന് പോവുകയും എന്താണ് അവിടെ എന്താ സംഭവിച്ചതും അവിടെ എല്ലാം നശിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ചിലതിനോടൊക്കെ ചില തടിച്ചു കൊടുത്ത മൃഗങ്ങളെയൊക്കെ കണ്ടപ്പോൾ ഇവർക്ക് എന്താണ് അതിനോട് ആഗ്രഹം തോന്നുകയും അതൊക്കെ എടുത്തുകൊണ്ട് വരികയും ചെയ്തു. അങ്ങനെ രണ്ടാമതും ദൈവത്തിൻ്റെ കൽപ്പനയെ നിരസിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഈ ശൗൽ എന്ന് പറയുന്നവൻ ദൈവത്തിന് കീഴടങ്ങിയിരിക്കുന്നവനൊന്നും അല്ല. ഈ പുള്ളി എങ്ങോട്ടാണ് പോകുന്നത്? സ്വന്തം ഇഷ്ടപ്രകാരം അവൻ നടക്കുമെന്ന് ആർക്ക് മനസ്സിലായി? യഹോവയാം ദൈവത്തിന് മനസ്സിലായി. അങ്ങനെ യഹോവയാം ദൈവം എന്താ ചെയ്തത്? ശൗലിനെ രാജസ്ഥാനത്ത് നിന്നും മാറ്റുവാനായിട്ടുള്ള തീരുമാനമെടുക്കുകയും എന്നിട്ട് നമ്മുടെ ശമൂവേലിനോട് പറയുകയാണ്, നീ അടുത്തൊരു രാജാവിനെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞ് പുള്ളിയോട് പറയുകയാണ് അല്ലേ. എന്നിട്ട് ദൈവം അനുദപിച്ചു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ശൗലിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തതിൽ ദൈവം അനുദപിച്ചു എന്നും നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. ഓക്കെ. അതിനുശേഷം എന്താണ്? അതിനുശേഷം നമ്മുടെ ദാവീദിനെ തിരഞ്ഞെടുക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ദാവീദിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇഷായുടെ വീട്ടിലോട്ട് പോകാനാണ് ദൈവം പറഞ്ഞത്. അങ്ങനെ ഇഷായുടെ വീട്ടിലോട്ട് തൈലക്കൊമ്പുമായിട്ട് ആര് പോവുകയാണ്? നമ്മുടെ ശമൂവേൽ പോവുകയാണ്. അപ്പോൾ ശമൂവേൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് ഇവിടെ നമ്മുടെ ശൗലിനെ കുറിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ശൗലിനെ അവിടെ നിർത്തിയപ്പോൾ ഇസ്രായേൽ മക്കളിൽ എന്താണ് ഏറ്റവും ഹൈറ്റുള്ളത് ആർക്കാണ്? ഈ ശൗലിനാണ്. ഏറ്റവും സുന്ദരനൊക്കെ ആരാണ്? ഈ ശൗലാണ് നമ്മുടെ കാണുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു രീതി വെച്ചുകൊണ്ടാണ് ആര് പോകുന്നത്? നമ്മുടെ ശമൂവേൽ എങ്ങോട്ട് പോകുന്നത്? ഇഷായുടെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഇഷായുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ മക്കളെയൊക്കെ നിരത്തി നിർത്തിയല്ലേ. അപ്പോൾ ആദിത്യവനെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ശമൂവേൽ വിചാരിച്ചു ഇവന് നല്ല നമ്മുടെ ശൗലിനെ പോലെ ഹൈറ്റൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇവനെ ആയിരിക്കും ദൈവം തിരഞ്ഞെടുത്തതെന്ന് വിചാരിച്ചു. അന്നേരം ദൈവം പറഞ്ഞു, ഞാൻ ഇവനെ അല്ല തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അതിനുശേഷം എന്താണ് എന്നിട്ട് ദൈവം അവിടെ ശമൂവേലിനോടൊരു കാര്യം പറയുന്നുണ്ട്. ശമൂവേലിനോട് പറയുകയാണ്, മനുഷ്യൻ പുറമേ ഉള്ളത് അല്ലേ. അതിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. മനുഷ്യൻ 16:7 പറഞ്ഞു വെച്ചിരിക്കുന്നത്. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലേ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പുറമേ കാണുന്നത് നല്ല ആരാധനയാണല്ലോ, നല്ല പ്രസംഗമാണല്ലോ, നല്ല പ്രാർത്ഥനയാണല്ലോ, അല്ലെങ്കിൽ നല്ല ഹയർ ലെവലിലുള്ള ജീവിതമാണല്ലോ, അല്ലെങ്കിൽ ഭയങ്കര പാരമ്പര്യമായ രീതിയിൽ പാരമ്പര്യമായ ഒരു കുടുംബത്തിൽപ്പെട്ടതാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പുറമേ ഒരു വ്യക്തിയെ വിലയിരുത്തുമ്പോൾ യഹോവയാം ദൈവം എന്താ നോക്കുന്നത്? ഓരോ വ്യക്തികളുടെ ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നതെന്നും ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇഷായുടെ മക്കളെയൊക്കെ നിരത്തി നിർത്തിയിട്ട് അവരിൽ ആരിലും എന്ത് ചെയ്തില്ല? ദൈവം പ്രസാദിച്ചില്ല. അപ്പോൾ ശമൂവേൽ എന്താ ചെയ്ത്?
യശയ്യായോട് ചോദിച്ചു, നിൻ്റെ മക്കളെല്ലാം ആയോ എന്ന് ചോദിച്ചു. അന്നേരമാണ് അപ്പം പറയുന്നത്, ഇല്ല ഒരെണ്ണവും കൂടി ഉണ്ട്. പുള്ളിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത മട്ടിലാണ് പറയുന്നത്, ഒരെണ്ണവും കൂടി ഉണ്ട്. അതെന്ത് ചെയ്യും? അതിനെ കാട്ടിൽ ആടിനെ മേയ്ക്കാൻ വേണ്ടിയിട്ട് വിട്ടേക്കുക. ബാക്കിയുള്ളവരൊക്കെ എവിടെയാണെന്നറിയാമോ? ബാക്കിയുള്ളവരുടെ അത് മുൻപോട്ട് നമ്മൾക്ക് ചിന്തിക്കും അറിയാം. ബാക്കിയുള്ള ചേട്ടന്മാരൊക്കെ എവിടെയാണ്? രാജാവിൻ്റെ കൂടത്തിൽ അവിടെ ഇങ്ങനെ പടനായകന്മാരൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെ നമ്മുടെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ പട്ടാളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഈ പുള്ളിനെ അങ്ങോട്ട് വിട്ടേക്കുക, ആട്ടിടയനായിട്ട് അങ്ങ് കാട്ടിലോട്ട് വിട്ടേക്കുക. എന്ന് വെച്ചാൽ കാട്ടിൽ വിട്ട് കഴിയുമ്പോൾ അവിടെ എന്തുണ്ടാകും? അവിടെ എന്താ പറയുക, കരടി വരും, വന്യമൃഗങ്ങൾ വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ അപ്പനെ സംബന്ധിച്ചിടത്തോളം ആ ഒരുത്തൻ നഷ്ടപ്പെട്ടു പോയാലും കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എന്ന് നമ്മൾക്ക് മറ്റൊരു വാക്കിൽ പറയാം. അല്ല എങ്കിൽ സ്നേഹമുള്ള അപ്പനായിരുന്നെങ്കിൽ ഒരിക്കലും ഇതിനെ കാട്ടിലോട്ട് തന്നെ വിടത്തില്ലല്ലേ. കാരണം അപ്പൻ അറിയാം, ആടിനെയും കൊണ്ട് പോയി കഴിയുമ്പോൾ അവിടെ കാട്ടിലാണ് മൃഗങ്ങളൊക്കെ വരുമെന്നറിയാം. അപ്പോൾ ഈ അപ്പൻ അതിനെ വിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് പോയാലും കുഴപ്പമൊന്നുമില്ല എന്ന് അപ്പനറിയാം. എന്നാൽ യഹോവയാം ദൈവത്തിന് മനസ്സിലായി, ഇവൻ എന്താ ഈ ദാവീദ് കുടുംബത്തിൽ തള്ളപ്പെട്ടവനാണ്, കുടുംബക്കാർക്കും വേണ്ട, ചേട്ടന്മാർക്കും താല്പര്യമില്ല, അപ്പനും താല്പര്യമില്ല, അമ്മയ്ക്കും താല്പര്യമില്ലാതെ ഇവനെ അങ്ങ് കാട്ടിനകത്തോട്ട് അങ്ങ് വിട്ടേക്കുകയാണ് എന്ന് ആർക്ക് മനസ്സിലായി? യഹോവയാം ദൈവത്തിന് മനസ്സിലായി. പിന്നെ യഹോവയാം ദൈവത്തിന് അറിയാം ഇവൻ്റെ മനസ്സെന്താണ്, ശുദ്ധമാണെന്ന് ആർക്ക് മനസ്സിലായി? യഹോവയാം ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ അഭിഷേകം എവിടെ വീണത്? ദാവീദിൻ്റെ മേൽ വീണത്. എന്നിട്ട് ആളെ അയച്ചു വരുത്തുവാൻ പറഞ്ഞു. അങ്ങനെ ദാവീദിനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ യഹോവയാം ദൈവം പറഞ്ഞു, ഇവനെയാണ് ഞാൻ തെരഞ്ഞെടുത്തതെന്ന് പറഞ്ഞല്ലേ. എന്നിട്ട് എന്താണ്? അവൻ്റെ മേൽ ദൈവം അഭിഷേകം അവൻ ദാവീദിൻ്റെ മേൽ വീണു എന്ന് നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾക്ക് രണ്ട് കാര്യമാണ് ഇതിനകത്ത് നിന്ന് നമ്മളോട് ദൈവം സംസാരിക്കുന്നത്. ഒന്നെന്താണ്? ദൈവത്തിൻ്റെ ആലയത്തിൽ എന്താണ് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം അല്ലേ. ദൈവം നമ്മുടെ ആലയത്തിനകത്താണെങ്കിലും എവിടെയാണെങ്കിലും ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്തൊരു വിശ്വസ്തത നമ്മൾ ദൈവത്തോട് കാണിക്കണം. ദൈവത്തിൻ്റെ വചനം വിട്ട് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ മാറാതെ ദൈവത്തോടുള്ളൊരു വിശ്വസ്തതയും നിർമ്മലതയും നമ്മൾക്കുണ്ട് എങ്കിൽ ദൈവം എന്താണ്? നമ്മളെ അനുഗ്രഹിക്കും, നമ്മളുടെ കുടുംബത്തെ അനുഗ്രഹിക്കും, നമ്മളുടെ തലമുറകളെ അനുഗ്രഹിക്കുമെന്ന് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. എന്നാൽ ഏലി പുരോഹിതന് എന്താ സംഭവിച്ചത്? ഏലി പുരോഹിതൻ തൻ്റെ മക്കളായതുകൊണ്ട് അവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് അവരോട് വഴക്ക് പറഞ്ഞു എങ്കിലും, ഇവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വഴക്ക് പറഞ്ഞു എങ്കിലും അവരെ അതിനകത്തുനിന്ന് മാറ്റിയില്ല. എന്നാൽ യഹോവയാം ദൈവത്തോട് തീക്ഷ്ണതയുള്ള ഒരു അപ്പനായിരുന്നെങ്കിൽ മക്കൾ ഇത്രയും തെറ്റ് ചെയ്തു എന്ന് കണ്ടു കഴിയുമ്പോൾ അവരെ ആ സ്ഥാനത്ത് നിന്ന് അപ്പന് മാറ്റുവാനുള്ള അധികാരമുണ്ടായിരുന്നു. എന്നാൽ ഏലി പുരോഹിതൻ അത് ചെയ്തില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചതും? ഇവരുടെ തെറ്ററിഞ്ഞിട്ടും ഇവരെ അവിടെ ദൈവത്തിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ അവരെ വിട്ടുകൊടുത്തത് കൊണ്ട് എന്താ സംഭവിച്ചത്? ആ കുടുംബം മുഴുവൻ തകർന്നു പോകുവാൻ ദൈവം ഇടവരുത്തിയല്ലേ. ഇന്ന് അങ്ങനെയാണ്. ദൈവത്തിൻ്റെ ആലയത്തിനകത്ത് ചെയ്യേണ്ടതിനെയും ഇരുത്തേണ്ടതിനെയും ഒക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് പലപ്പോഴും സഭകളിലൊക്കെ നടക്കുന്ന കാര്യം എന്താ? അവർക്ക് പിടിപാടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പണമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക സൗന്ദര്യമുണ്ടെങ്കിൽ ഒക്കെ ഇന്ന് അങ്ങനെ നോക്കിയ അല്ലേ, മനുഷ്യൻ പുറമേ നോക്കിയ ഇന്ന് എന്ത് ചെയ്യുന്നത്? ആൾക്കാരെ ആലയത്തിനകത്ത് കയറ്റുന്നത്. ഈ ആലയത്തിനകത്ത് വ്യഭിചാരം ചെയ്യുന്നവനാണെങ്കിലും, കള്ളത്തരം കാണിക്കുന്നവനാണെങ്കിലും, പൈസ കക്കുന്നവനാണെങ്കിലും അവനെ പറഞ്ഞു വിടാനുള്ള ഗഡ്സ് ഇന്ന് ആർക്കില്ല? ഇന്ന് നേതൃത്വ നിലയിലിരിക്കുന്ന പലർക്കുമില്ല. അതുകൊണ്ടാണ് ഇന്ന് പല സഭകളിലും എന്താണ് അടിയും കുത്തും വിഷയങ്ങളും ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു കൂട്ടർ കൾട്ടായിട്ട് നീങ്ങുമ്പോൾ ഒരു കൂട്ടർ അതിനെതിരെ ശബ്ദമുയർത്തും. അപ്പോൾ എന്ത് സംഭവിക്കും? സഭയിൽ അടി നടക്കും. അതേസമയം സഭയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ ഇതുപോലെയുള്ള കൾട്ടുകളെ എടുത്ത് ദൂരോട്ട് കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ അഭിഷേകമുള്ളതിനെ കയറ്റി ഇരുത്തിയാൽ ആ സഭയിൽ പ്രശ്നങ്ങളുണ്ടാകുമോ? പ്രശ്നങ്ങളുണ്ടാകത്തില്ല. കാരണം ഇന്ന് അങ്ങനെ ചെയ്യത്തില്ല. ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? കാരണം ഈ കുരുത്തക്കേട് മുഴുവൻ കാണിക്കുന്നവൻ ആരാന്നറിയാവോ? അവന് ഇച്ചിരി പിടിപാടുള്ളവനാണ്, അവന് ഇച്ചിരി പണമുള്ളവനാണ്, അവന് ഇച്ചിരി സ്വാധീനമുള്ളവനാണ്. എന്ന് വെച്ചാൽ ഇയാളെ അല്ലെങ്കിൽ ഈ സഭയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആൾക്കാരെ കുറച്ച് സോപ്പിംഗ് ആക്കി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നവർ. അതുകൊണ്ട് ഇവരുടെ കള്ളത്തരങ്ങൾക്കെതിരെ ഇന്ന് ശബ്ദമുയർത്തുവാൻ നീ നേതൃത്വത്തിൽ സഭയുടെ അല്ലെങ്കിൽ ഈ ആത്മീയ ഗോളത്തിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് ഇന്ന് ഗഡ്സില്ല. ഇന്നവർക്ക് പറയുവാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് വഴിയെ പോകുന്ന സകല കുരുത്തക്കേടുകളും കാണിച്ചിട്ട് ഇവൻ വെള്ളയും വിട്ട് എങ്ങോട്ട് വരും? സഭയുടെ അകത്തോട്ട് വരും. എന്നിട്ട് അവിടെ എന്താണ്? ഇവൻ ആളുകളി അവിടെ കിടന്നുകൊണ്ട് ഇവൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് കളിക്കും. എന്നുവെച്ച് ഇത് ചെയ്യുന്ന എത്രയോ പേരുണ്ടല്ലേ. എന്ന് വെച്ചാൽ ഒരു വിശ്വാസി പോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം അങ്ങനെയൊന്നുമില്ല. വിശ്വാസിയും അവിശ്വത്തിനും ഇന്നത് ചെയ്യില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ അത്രയും പോലും ഒരു വിശ്വാസി സൂക്ഷിക്കുന്ന, ഒരു സാധാ വിശ്വാസി സൂക്ഷിക്കുന്ന വിശുദ്ധി പോലും സൂക്ഷിക്കാത്ത പലതും ഇന്ന് സഭയുടെ നേതൃത്വത്തിൽ കയറിയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പല സഭകളിലും വിഷയങ്ങൾ ഉണ്ടാകുന്നതെന്ന് മാത്രമല്ല
ഇന്ന് പലരും സ്വന്തമായിട്ട് അങ്ങ് പ്രവചന ശുശ്രൂഷ നടത്തുക. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കത്തില്ല. ഇങ്ങനെയുള്ള ഇടങ്ങളിൽ ദൈവാത്മാവും സംസാരിക്കത്തില്ല. അതാ പറഞ്ഞത്, ഏലി പുരോഹിതൻ്റെ മക്കളും അവിടെ എന്താണ്, ഈ ഒരു ഏലി പുരോഹിതൻ്റെ മക്കൾ അവിടെ എന്താ പറയുക, ദുഷിപ്പ് നടത്തിക്കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ആലയത്തിൽ ദുഷിപ്പ് നടത്തിക്കൊണ്ടിരുന്നത് കൊണ്ട് എന്താ സംഭവിച്ചത്? ഏലി പുരോഹിതൻ അവരെ അമർച്ച ചെയ്യാനും പോകാത്തത് കൊണ്ട് എന്താ സംഭവിച്ചത്? ദൈവത്തിൻ്റെ അരുളപ്പാടുകളും ദൈവത്തിൻ്റെ വചനങ്ങളും ഒക്കെ വളരെ ദുർലഭമായിട്ടിരിക്കുക. വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇന്ന് പല സഭകളുടെയും വരൾച്ചയ്ക്ക് കാരണം എന്താണെന്നറിയാമോ? പല സഭകളിലും ഇന്ന് ഒരു അത്ഭുതങ്ങളും നടക്കാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? പലരും സ്വന്തമായ കുറെ പ്രവചനങ്ങൾ നടത്തി ഒന്നും നടക്കാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? 2 കാരണങ്ങളാണ്. ഒന്ന്, നമ്മൾ ക്ലിയർ അല്ലാതിരിക്കും. എന്താ പറയുക, ഇരുത്തേണ്ടതിനെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തത്തില്ല, നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതിനെ കറക്റ്റ് ചെയ്യത്തില്ല. പകരം എന്താണ്, നമ്മളവരെ കൂട്ടത്തിലങ്ങ് കൂട്ടി നടത്തും. വന്നിട്ട് വല്ല പാവപ്പെട്ടവനുമാണെങ്കിൽ അവനെ നമ്മൾ ശിക്ഷിക്കാൻ മുൻപിലുണ്ടാകും. അതേസമയം ഇങ്ങനെയുള്ള കുരുത്തക്കേട് കാണിക്കുന്നവനെയൊക്കെ സഭയുടെ തലപ്പത്ത് കയറ്റിയിരുത്തും. അതുകൊണ്ട് ഇന്ന് സഭകളിൽ എന്തില്ല? ദൈവത്തിൻ്റെ വചനങ്ങളും ഇല്ല, അരുളപ്പാടുകളും ഇല്ല, ഒന്നുമില്ല. പകരം പലരും ഇന്നും സ്വയം പ്രവാചകന്മാരായിട്ടും അല്ലെങ്കിൽ സ്വയം അപ്പസ്തോലന്മാരുമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നിലത്തെ കാരണം ഇതാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. സഭയ്ക്കകത്ത് വിശുദ്ധി ഇല്ലാത്തതാണ് ഇന്ന് സഭയ്ക്കകത്ത് ദൈവിക ആലോചനകളും അരുളപ്പാടുകളും അത്ഭുതങ്ങളും നടക്കാത്തത് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. അത് പൊക്കം തൊട്ട് താഴെ വരെ എന്ന് വെച്ചാൽ നേതൃത്വ നിരയിൽ ഇരിക്കുന്നവർ തൊട്ടും അതിൻ്റെ കീഴെ ജോലി ചെയ്യുന്നവർ വരെ ഉള്ളവർ എന്തായിരിക്കണം? ദൈവത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം അവിടെ വേല ചെയ്യുവാൻ വേണ്ടിയിട്ട്. അല്ലാത്തതിനെയൊക്കെ കയറ്റി ഇരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതുപോലെയൊക്കെ ഒന്നുമില്ലാതെ ഒരു വരൾച്ചയുടെ അനുഭവത്തിലേക്ക് പോകും. പിന്നെ കുറേ കയ്യടിയും പാട്ടും കുറച്ച് തുള്ളലും കൊട്ടലും മാത്രമേ ഉള്ളൂ, അല്ലേ? അതുകൊണ്ടാണ് ഇന്നും നമ്മുടെ ഡ്രമ്മിൻ്റെ ശബ്ദം ഉയരുമ്പോൾ മാത്രം അന്യഭാഷ ഉയരും, കയ്യടി ഉയരും, അല്ലേ? അത് നിൽക്കുമ്പോൾ ഒന്നുമില്ല, ആൾക്കാർ വീണ്ടും ഇങ്ങനെ ചുമ്മാ ഇരിക്കും. പിന്നെ ഇമോഷണൽ സ്പിരിറ്റിലാണ് പല കയ്യടികളും ഇന്ന് സഭയ്ക്കകത്ത് ഉണ്ടാകുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്, അല്ലേ? ചുമ്മാ കുറേ പ്രവചനങ്ങൾ പറയുന്നതല്ല, നീ പറയുന്ന പ്രവചനങ്ങൾ സംഭവിക്കുന്നുണ്ടോ? അതിനകത്ത് ആ കാര്യം ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ വല്ലപ്പോഴും പറയുന്ന പ്രവചനങ്ങൾ വല്ലോടത്ത് സംഭവിച്ചു എന്നുള്ളതല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ട് എങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ് സഭയെങ്കിൽ എന്ത് സംഭവിക്കും? അരുളപ്പാടുകളും പ്രവചനങ്ങളും അത്ഭുതങ്ങളും ആ സഭയ്ക്കകത്ത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഇനി രണ്ടാമത്തത് എന്താണ്? അല്ലെ, രണ്ടാമത്തത് ദൈവത്തിന് കീഴടങ്ങാതിരിക്കുന്നവരെ ദൈവം എന്ത് ചെയ്യും? ആ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കളയും. അത് രാജാവാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, ദൈവത്തിന് കീഴടങ്ങിയിരിക്കണം. ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പോകരുത്. ദൈവത്തിന് കീഴടങ്ങിയിരുന്നില്ല എങ്കിൽ ഇന്ന് നന്മ തന്ന ദൈവം അല്ലെങ്കിൽ ഇന്ന് അഭിഷേകം ചെയ്ത ദൈവം അത് മാറ്റിക്കളയുവാനും ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് എന്താണ്? എല്ലാവരും ഉപേക്ഷിച്ചാലും ദൈവം നോക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ ശുദ്ധിയുണ്ട്. ഇനി ആര് നമ്മളെ ഒന്നും മൈൻഡ് ചെയ്തില്ലെങ്കിലും, നമ്മുടെ വീട്ടുകാർ നമ്മളെ തള്ളിക്കളഞ്ഞാലും, സഭക്കാർ തള്ളിക്കളഞ്ഞാലും, ആരും നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലും, ആരും നമ്മളെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരാനില്ലെങ്കിലും, ദൈവം നമ്മളുടെ ഹൃദയം നോക്കുമ്പോൾ, ഹൃദയം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശുദ്ധിയുള്ളതാണെങ്കിൽ, ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ നേരുള്ളതാണെങ്കിൽ ദൈവം എന്ത് ചെയ്യും? ആര് തള്ളിക്കളഞ്ഞാലും നിന്നെ അതിൻ്റെ സമയത്ത്, ദൈവത്തിൻ്റെ സമയത്ത് ഉയർത്തിക്കൊണ്ടുവന്ന് ഇരുത്തേണ്ടടുത്ത് ഇരുത്തി മാനിച്ച് നിന്നെ തള്ളിക്കളഞ്ഞവരെയും കൊണ്ട് നിന്റെ മുൻപിൽ മുട്ടുകുത്തിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. അതാ പറഞ്ഞത്, പണിക്കാർ തള്ളിക്കളഞ്ഞ കല്ലെന്തായി തീർന്നു? മൂലക്കല്ലായിട്ട് തീർന്നു, അല്ലേ? എന്ന് പറയുന്നത് പോലെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ തള്ളിക്കളഞ്ഞ അവസ്ഥയിലാണോ? ഒന്നും ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ മുൻപിൽ നിന്റെ ഹൃദയം നേരുള്ളതാണോ? മനുഷ്യൻ്റെ സർട്ടിഫിക്കറ്റ് നോക്കണ്ടെന്നേ, സഭക്കാരുടെ സർട്ടിഫിക്കറ്റ് നോക്കണ്ടെന്നേ, കൂടത്തിലുള്ളവരുടെ സർട്ടിഫിക്കറ്റ് നോക്കണ്ടെന്നേ, കൂടത്തിൽ ജോലി ചെയ്യുന്നവരുടെ സർട്ടിഫിക്കറ്റ് നോക്കണ്ടെന്നേ, കൂടത്തിലിരുന്ന് പഠിക്കുന്നവരുടെ സർട്ടിഫിക്കറ്റ് നോക്കണ്ട, ഒന്നും നോക്കണ്ട. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്റെ ഹൃദയം നേരുള്ളതാണ് എങ്കിൽ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം നിന്നെ ഉയർത്തും. ഓർക്കുക, ദാവീദിൻ്റെ മേൽ എന്താണ്? അഭിഷേകം വീണ് കഴിഞ്ഞിട്ടും ആ രാജസ്ഥാനത്തേക്ക് വരുവാൻ ദാവീദ് പിന്നെയും കാത്തിരുന്നു, അല്ലേ? 15 വർഷം കാത്തിരുന്നു. അതിനുശേഷം ഇസ്രായേലിൻ്റെ മുഴുവൻ രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ വീണ്ടും 20 വർഷം കാത്തിരുന്നു എന്ന് നമ്മൾക്കറിയാം. അതുപോലെ ദൈവത്തിൻ്റെ അഭിഷേകം ഒരിക്കൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വലിയ ആൾക്കാരായി എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നടക്കരുത്. നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താണിരിക്കുക. ദൈവം
ഉയർത്തുക തന്നെ ചെയ്യും. ഇന്ന് പലരും എന്താണെന്നറിയാമോ, ഇച്ചിരി അഭിഷേകം വീണ് കഴിയുമ്പോഴത്തേക്കും പിന്നെ അങ്ങ് നമ്മൾ വലിയ ആൾക്കാരായി തീർന്നു അല്ലേ. പിന്നെ നമ്മൾക്ക് ദൈവത്തിൻ്റെ അടുത്തതിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാൻ നമ്മൾക്ക് പറ്റത്തില്ല. ഉള്ളതും കൊണ്ട് നമ്മളങ്ങ് ഓടി ഓടി നടക്കുക. അതുകൊണ്ട് അടുത്തത് ദൈവം തരത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ചെറിയ ലെവലിലോട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അങ്ങനെയല്ല, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ താണിരിക്കുക. ദൈവത്തിൻ്റെ ആ ഒരു കൃപ, ദൈവത്തിൻ്റെ സമയം വരുന്നിടം വരെ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ദാവീദിനെ പോലെ ഒരു രാജകീയ അഭിഷേകം ദൈവം തന്ന് മാനിക്കുവാൻ ശക്തനാണെന്ന് ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. മനുഷ്യരെ നോക്കണ്ട, ആരെയും നോക്കണ്ട, ആരുടെയും സർട്ടിഫിക്കറ്റ് നോക്കണ്ട. ദാവീദിനെ എന്താ പറയുക, ആടുകളുടെ കൂട്ടത്തിൽ കാട്ടിൽ കിടന്ന ദാവീദിനെ വിളിച്ചു വരുത്തി രാജാവായിട്ട്, ഇസ്രയേലിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തുവെങ്കിൽ ആ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവം തന്നെയാണ് കേട്ടോ. നമ്മളിന്ന് ഏത് അവസ്ഥയിലാണെങ്കിലും, ഏത് കാട്ടിലാണെങ്കിലും, ഏത് തള്ളപ്പെട്ട അവസ്ഥയിലാണെങ്കിലും ദൈവത്തിൻ്റെ അഭിഷേകം വീണ് കഴിഞ്ഞാൽ, ഹൃദയം നേരുള്ളതാണെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷേകം വീഴും. ആ അഭിഷേകം വീണ് കഴിഞ്ഞാൽ നമ്മളെ ആട് മാറിയവരെ പോലെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് പറ്റുമെന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കാൻ തയ്യാറാകുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.